മോൾ എവിടെ ലക്ഷ്മിക്കുട്ടിയെ? ഉണ്ണിയുടെ കൂടെ പാടത്തേക്ക് പോയത്രേ. ഓ, ഈ വെയിലത്ത് അയക്കണ്ടായിരുന്നു. പാടത്തും തൊടിയിലൊക്കെ നടക്കാനുള്ള കൊതിയാ. ആദ്യായിട്ടല്ലേ ഇതൊക്കെ കാണുന്നേ. ഇപ്പൊ ഇത്തിരി ഉത്സാഹമൊക്കെ വന്നിരിക്കുന്നു. പതുക്കെ കഴിഞ്ഞതൊക്കെ മറന്നു പോണുണ്ടാവും. ഉണ്ണിയുടെ ഒരു വർത്താനം പറച്ചിലും ഒക്കെയാ ഒന്ന് തെളിച്ചം വരുത്തിയെടുത്തത്. അതെ, ഉണ്ണിയുടെ ചുറ്റുവട്ടത്തുണ്ട് എപ്പോഴും. നീ എന്താ ചിരിച്ചേ? ഹേയ്, ഒന്നുമില്ല. എന്താ പറയണേ രണ്ടാളും? ഒന്നുമില്ലമ്മേ, നമുക്ക് അകത്തേക്ക് പോവാം. എന്താ എന്റെ മോളുടെ മുഖത്തൊരു വാട്ടം? വേണ്ട കേട്ടോ. എന്തു പറ്റി? ഒന്നുമില്ല. അല്ല, എന്തുകൊണ്ട് ഈ മുഖം കറുത്താലും വെളുത്താലും എനിക്ക് അറിഞ്ഞൂടെ? ഹാവൂ, ഈ തിരക്കിനിടയിലും എന്റെ മുഖം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? നിന്റെ മുഖം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മോളെ. അതെന്റെ ഉള്ളിൽ തന്നെ ഇല്ലേ? ആ വിശ്വാസം നിനക്കില്ലേ? എനിക്കങ്ങനെ ചില വിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഉണ്ണീട്ടൻ തന്ന വിശ്വാസങ്ങൾ. അതിൽ പിടിച്ചല്ലേ ഞാൻ ജീവിക്കണത്. ഇന്നലെ തൊട്ട് നടക്ക ഞാനൊരു വിവരം പറയാൻ. കാറൽ മണ്ണിന്നൊരു കത്ത് വന്നിരിക്കണു. അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞ് കരുണേട്ടൻ എഴുതിയതാ. എന്തിനാണെന്ന് എനിക്കറിയാം. പോയാല് കഴിഞ്ഞ കുറി അച്ഛമ്മയെ കാണാൻ ചെന്നപ്പോ അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടു വന്നതെന്ന് എനിക്കേ അറിയൂ. ദുഷ്ട. ഒരിടത്തേക്ക് നിന്നെ ഞാൻ അയക്കില്ല. എന്നെന്താ ഈ രണ്ട് കൈക്കുള്ളിൽ ഇങ്ങനെ സൂക്ഷിക്കും. പിന്നെ എന്തിനാ എന്റെ മോളെ നീ പേടിക്കണേ? കുറ്റിപ്പുറത്തുനിന്ന് കുഞ്ഞൻ നായർ അയച്ചതാ. അയാൾ പണ്ട് ഉണ്ണിക്കൊരു ആലോചനയുടെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ ജാനുവിന്? ആ തഹസിൽദാരുടെ മോള്. അവരിപ്പോഴും കാത്തിരിക്കുക നമ്മുടെ ഒരു മറുപടിക്ക് വേണ്ടി. ഉടനെ നടത്തിയില്ലെങ്കിലും അവർക്കൊരു വാക്ക് മതിന്നാ. ഏട്ടനോട് ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് പാടുണ്ടോന്നറിയില്ല. ഉണ്ണിക്ക് നമ്മൾ വേറെ പെണ്ണ് അന്വേഷിക്കണോ? അപ്പുവിന്റെ പെണ്ണായിട്ട് വരുമെന്ന് കരുതി നമ്മൾ. ഇനിയിപ്പോ ഉണ്ണിയുടേതായാലും നമുക്കൊരുപോലെ അല്ലേ? അതിപ്പോ ആ കുട്ടിയുടെ മനസ്സിലെന്താണെന്ന് അതിന് സമ്മതാവും. ഉണ്ണിയായിട്ട് ഇടപഴകണ കാണുമ്പോ അങ്ങനെ ഒരു വിശ്വാസം. അങ്ങനെ നടക്കച്ച അവന്റെ ഭാഗ്യ. അത്രയ്ക്ക് ഐശ്വര്യം ഉണ്ടാ കുട്ടിക്ക്. ആരാ? ബാംഗ്ലൂരിൽ നിന്നാണ്. പേര് ഹസൻ. നരേന്ദ്രന്റെ ഒരു. അറിയാം, ഹസൻ ഭായ്. അപ്പൊ ഒരുപാട് പറഞ്ഞിരിക്കുന്നു. ഗംഗോത്രി എന്ന് പേരുള്ള ഒരു കഫ്തീരിയ നടത്തുന്ന ആള്. അപ്പോ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അവനില്ലാതെ ഇങ്ങനെ കാണേണ്ടി വരുന്ന ദിവസം തിരിച്ചറിയാൻ നമ്മൾ ബുദ്ധിമുട്ടെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നിരിക്കണം. വരിക, വാ മോളെ. ആ, ഒന്ന് വരണമെന്ന് കുറച്ചു കാലമായി വിചാരിക്കുന്നു. പിന്നെ നന്ദയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു. ഇപ്പൊ ആളാകെ മാറി. കളിയും ചിരിയെ കുറേശ്ശെ തിരിച്ചു കിട്ടിയിരിക്കണോ? മോള് വന്നില്ലേ കുട്ടിയെ? ഇല്ല, കുളന്തേവനടുത്ത് പോയിരിക്കുക ഉണ്ണേട്ടന്റെ കൂടെ. ഇപ്പൊ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാ. ആര് കണ്ടാലും അങ്ങനെ തോന്നും. നന്നായി. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഭയമായിരുന്നു അവൾ എന്താ കാണിക്കാന്ന്. പിന്നെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വേറൊരു മോഹം കൂടെ ഉണ്ട്. ഇപ്പോ അവളെ ഇനി ഇവിടുന്ന് എങ്ങോട്ടും പറഞ്ഞയക്കേണ്ടെന്ന ആഗ്രഹം. ഞങ്ങളുടെയൊക്കെ ഒരു കൊതിയാ.
മോടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. ഉണ്ണിയെ കൊണ്ട് നരേന്ദ്രന്റെ നന്മയും വിശുദ്ധിയും ഈ ലോകം അർഹിക്കുന്നില്ല എന്ന് കരുതിയിട്ടാവണം സർവശക്തൻ അവനെ തിരിച്ചു വിളിച്ചത്. ഒരൊറ്റ ദുഃഖം മാത്രമേ അവിടെ അവനെ വേദനിപ്പിക്കുന്നുണ്ടാവൂ. അത് നന്ദയാണ്. അവൾക്കൊരു ജീവിതം വേണം. അവൾ അനാഥയായി പോകരുത്. ആ മനസ്സ് നിങ്ങൾ അറിഞ്ഞല്ലോ. അവളെ സ്വീകരിക്കാൻ ഈ വീടിനേക്കാൾ അർഹതയുള്ളൊരിടം വേറെ എവിടെയാ ഉള്ളത്? നന്നായി. ആവൂ, അപ്പോ ഞങ്ങളുടെ പഴമനസ്സിൽ തോന്നിയത് പോഷ്കായില്ല. ഇല്ല, ഒരിക്കലുമില്ല. മോളുടെ ഒരു ഉത്തരം കിട്ടിയാൽ മതി, പിന്നെ ഞങ്ങൾക്കൊന്നും നോക്കാനില്ല. എന്താ മോളെ, സുഖമല്ലേ? അമ്മയും മുത്തശ്ശിയും വല്യമാവനെയൊക്കെ കിട്ടിയപ്പോ ഞങ്ങളെയൊക്കെ മറന്നുല്ലേ? വാ. സന്തോഷായി. നിങ്ങളെല്ലാവരും കൂടി അവൾക്ക് പുതിയൊരു ജന്മം കൊടുത്തല്ലോ. മനസ്സ് നിറയെ സന്തോഷായി. ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരുന്ന കാര്യം എനിക്ക് ചിന്തിക്കാനേ വയ്യ വിമല. നരനില്ലാത്ത ആ സിറ്റി അതെനിക്ക് വേണ്ട. ഞാനിപ്പോൾ ഇവിടെ അനുഭവിക്കുന്ന ഒരു സേഫ്റ്റി, ഒരു പീസ്, അതൊരുപാടാണ്. വീണ്ടും ഒരു കുട്ടിക്കാലം തിരിച്ചു കിട്ടിയ പോലെ അമ്മയുടെ മടിയിൽ നമുക്കെല്ലാം ഫീൽ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഇല്ലേ? ഈ വീട് എനിക്കതാ തരുന്നത്. എത്ര നാളെന്ന് ഞാൻ ആലോചിക്കുന്നേ ഇല്ല. ചിലപ്പോൾ മരണം വരെ, അല്ലെങ്കിൽ ഈ വീട് വിട്ടിറങ്ങുന്നതായിരിക്കും എല്ലാ അർത്ഥത്തിലും എൻ്റെ മരണം. എനിക്ക് മനസ്സിലാവുന്നു നന്ദ. എനിക്കും ഹസൻ ബായിക്കും നിന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ സന്തോഷമാണ്. അത് നീണ്ടു നിൽക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പിന്നെ ഈ വീട് നിന്നെ ഒരിക്കലും നഷ്ടപ്പെടാൻ തയ്യാറല്ലെന്നാ പറയുന്നത്. അമ്മയും വല്യമ്മാവനും അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞു. എനിക്കും തോന്നി അങ്ങനെ തന്നെയാ വേണ്ടത്. നീ എന്താ മീൻ ചെയ്യുന്ന? അവരെന്ത് പറഞ്ഞു എന്നാ? അവർക്ക് നിന്നെ ഉണ്ണിയും ഒന്നിച്ചു ചേർക്കാനാ പ്ലാൻ. വിമല, നീ എന്താ പറഞ്ഞത്? എന്താ വിമല, നിനക്കെല്ലാം അറിയാവുന്നതല്ലേ? നരന്റെ സ്ഥാനത്ത് അതെങ്ങനെ കഴിയും? മറ്റാരും അല്ലല്ലോ, ഉണ്ണിയല്ലേ. എന്ന് കരുതി കാഴ്ചയിലെ സാമ്യത്തിനപ്പുറത്ത് അവർ രണ്ടും രണ്ടല്ലേ? നോക്കൂട്ടി, നീ പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ വീട്ടിൽ നീ ഇപ്പൊ അനുഭവിക്കുന്ന മനസമാധാനവും സന്തോഷവും അതെന്നും നിലനിൽക്കാൻ പതുക്കെ സമയമെടുത്ത് നീ ചിന്തിച്ചു നോക്ക്. ഈ വീട്ടിലെല്ലാവരും നിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ല, സമയം പോയി, പുറപ്പെടണ്ടേ? ഓ, ഞാൻ എല്ലാവരെയും കണ്ടെന്ന് യാത്ര പറഞ്ഞിട്ട് വരാം. ബാംഗ്ലൂരിൽ നിന്ന് എന്റെ കൂടെ വന്ന നന്ദയാണോ ഇത്? ഒരുപാട് മാറിയില്ലേ? ഉവ് പറഞ്ഞു. ഉണ്ണിയാണ് ഇതിന്റെ പുറകിലെന്ന് അമ്മ പറഞ്ഞു. ആ, ആ കൈയൊന്ന് കിട്ടു. എന്താ ഇത്? നരേന്ദ്രന് കൊടുത്ത സമ്മാനമാണ്. ഇനി അത് ഈ വിരലിൽ കിടക്കട്ടെ. ആ. ഞാൻ വിളിക്കാം നന്ദ. ഡാഡിയുടെ കാര്യം ഞാൻ മറക്കില്ല. പോയി കാണുക തന്നെ ചെയ്യാം. ഉണ്ണി, എന്റെ മോളെ നോക്കിക്കൊള്ളണം. നല്ല സ്നേഹമുള്ള മനുഷ്യൻ. അപ്പുവായിട്ടുള്ള ബന്ധം കൊണ്ടായിരിക്കണം. അതായത് കണ്ടോ, ഇതെനിക്ക് തന്നിട്ട് പോയി. അപ്പുവിനെ കൊടുത്തതായിരുന്നു അത്രേ. കിടക്കട്ടെ, അവന്റെ ഒരു ഓർമ്മയായിട്ട് വിരലിൽ കാണാമല്ലോ. അമ്മ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഉവ്വ്, വരൂ മോളിരിക്കെ. നോക്ക്, അപ്പോ ഉണ്ണി. ഒന്നിനെ അങ്ങ് നേരത്തെ കൊണ്ടുപോകുന്നുള്ളത് കൊണ്ടായിരിക്കാം ഭഗവാൻ ഇങ്ങനെ രണ്ടാളെ ഒരേപോലെ സൃഷ്ടിച്ചത്.
പക്ഷെ എനിക്ക് രണ്ടാളെ ഒന്നായിട്ടേ തോന്നിയിട്ടുള്ളൂ. പപ്പുവിന് തരാൻ പറ്റാതായി പോയ സന്തോഷം കൂടി ഇനി ഉണ്ണിയുടേന്ന് കിട്ടുമെന്നൊരാശ. അതൊക്കെ ഓർത്തിട്ടാ അമ്മയുടെയും മറ്റുള്ളവരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു മോഹം തോന്നിയത്. ഡോക്ടർ മോള് പറഞ്ഞില്ലേ? അമ്മേ, അത് ഉണ്ണിയേട്ടൻ ഉണ്ണിക്ക് ഇഷ്ടാവില്ലെന്നാ മോള് പറയണേ? നല്ല കഥ. അവന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസ. അമ്മേ, അതല്ല, എനിക്കത് കഴിയില്ല. എന്താ മോളെ? അത് അമ്മേ, മനസ്സില് മോൾക്ക് വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അവിടെ വേറെ ആരെയും സങ്കല്പിക്കാൻ കഴിയില്ല. മറുത്തൊന്നും പറയരുത്. ഈ വീടിന് വിളക്കായി നീ എന്നും ഇവിടെ വേണം. എന്താ അമ്മയും മോളും കൂടി ഒരു സ്വകാര്യം? ഞാൻ മോളോട് പറയായിരുന്നു ഉണ്ണിയുടെ കാര്യം. ആഹാ, അതിന് സമയം എത്ര കിടക്കുന്നു? ഈ ജാനുവേട്ടത്തേക്ക് എന്തിനും ധൃതിയാ. അതിന് നന്ദ എവിടെങ്കിലും പോകുന്നു ഇത്രയും തിരക്കൂട്ടാൻ? ജാനുവേട്ടത്തെ വലിയേട്ട അന്വേഷിക്കുന്നുണ്ടായിരുന്നു. മോളെന്താ ഇവിടെ തനിച്ചിരിക്കണേ? ഇരുന്നോളൂ. വേണ്ട. അവളൊരു പാവാ. ജാനുവേ, എന്തെങ്കിലും ഇത്തിരി മതി മനസ്സ് കലങ്ങാൻ. ഇനിയിപ്പോ ഉണ്ണി ഒരുത്തനല്ല അവൾ പ്രതീക്ഷകൾ മുഴുവൻ വെച്ചിരിക്കുന്നത്. അവനൊരു വിവാഹം കഴിച്ച് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന കാണാനാ അവൾ ജീവിച്ചിരിക്കുന്നത് തന്നെ. മോളെ കണ്ടിട്ടാണ് ഈ ആശകളെല്ലാം. വല്യമ്മാവ, മോഹിക്കുമ്പോഴൊന്നും നടക്കില്ല എന്നൊരു തോന്നലുണ്ടായാൽ മതി അവൾ തകരാൻ. അത് താങ്ങാനുള്ള ശക്തി എനിക്കുമില്ല. മോക്ക് മനസ്സുകൊണ്ട് ഇങ്ങനൊരു കാര്യവുമായി പൊരുത്തപ്പെടാൻ ഇത്തിരി സമയമെടുക്കുമെന്ന് എനിക്കറിയാം. എന്നാലും അവിടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ പറയാണ്, അതില് തെറ്റൊന്നുമില്ല. സമ്മതം എന്നൊരു വാക്ക് മതി. അപ്പുവിനെ ഓർത്ത് ഇന്നും കണ്ണീരൊഴുക്കുന്നവർക്ക് കണ്ണടയുന്ന കാലം വരെ മനസ്സമാധാനം ഉണ്ടാവും. എനിക്കറിയാം ആരെയും വേദനിപ്പിക്കാൻ എൻ്റെ മോക്കാവില്ല. എനിക്കറിയാം. വിമല, നീ അടക്കം എല്ലാവരും എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്? നരന്റെ സ്ഥാനത്ത് ഞാൻ മറ്റൊരാള്? ഇല്ല, എനിക്ക് കഴിയില്ല വിമല. പക്ഷെ ഒരു സത്യം ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഉണ്ണിയേട്ടൻ്റെ മുഖം, ആ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. നരനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നത് ആ മുഖം ചൂണ്ടിക്കാണിച്ചിട്ടാണ്. അത് നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറല്ല. ഈ വീട്ടിൽ എന്നും കഴിയാൻ എന്നെ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനാണ്. പക്ഷേ അതിന് നിങ്ങളെല്ലാം പറയുന്ന ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആവുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ഇത് മോളുടെ കഴുത്തിൽ വന്നിട്ട് കൊടുത്തേ. സന്തോഷായി എനിക്ക്. അപ്പൂന്റെ ഉണ്ണിയുടെയും ഭാര്യമാരായി വരുന്ന കുട്ടികൾക്ക് വേണ്ടി അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നതാ 2 കാശുമാല. അതിലൊന്നും നന്ദമോളുടെ കഴുത്തിൽ ചേരണമെന്ന് തന്നെയാ വിധി. ഇനിയുള്ള ഒരു മാല ഉണ്ണി ഇവളും കൂടെ ഒരു പെൺകുഞ്ഞിനെ എന്റെ കൈ തരുമ്പം അവൾക്ക് കൊടുക്കാനുള്ളതാ. എന്നിട്ട് എന്റെ കണ്ണടയും.